ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കാട്ടിന്റെ ഇടയിൽ എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആ ഒരു ബാംബൂവിന്റെ ഒരു ഫാക്ടറി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ബാംബൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിലോട്ട് വന്ന് ബാംബു എടുക്കാൻ വന്നത്. എനിക്കൊരു കാര്യം അറിയാം, ഈ ഗെയിമിലോട്ട് ഈ ഒരു പുതിയ ബാംബുവിന്റെ ബ്ലോക്സ് ആടിയിട്ട് പുതിയതല്ല, കുറച്ചു കാലമായി. ഞാൻ ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് സർവൈവലില്. അത് മാത്രമല്ല, അത് വെച്ചിട്ട് ഒരു ബിൽഡ് എന്നൊക്കെ വെച്ചാൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ ബാംബു ഫാക്ടറി ഇച്ചിരി അടിപൊളിയായിരിക്കും. ഞാൻ കാരണം ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇവിടെ നിന്ന് എന്തായാലും കുറച്ചധികം ബാംബു എടുത്തിട്ട് ഇനി പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ 2 സ്റ്റാക്ക് 43 ബാംബു പൊട്ടിക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഒരു സംഭവം മൈൻക്രാഫ്റ്റിൽ പൊട്ടിക്കാനില്ല. പിന്നെ സ്കാഫോൾഡിങ് ഞാൻ അത്യാവശ്യം ബാംബു കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 3, 4, 7 സ്റ്റാക്ക് ബാംബു ഉണ്ട്. പിന്നെ എന്റെ സംസാരത്തിന്, ഇത് എന്റെ ഓഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ മൈക്കൊന്ന് കേടായിരുന്നു. എന്റെ ഹെഡ്ഫോണിന്റെ മൈക്കാണ് കേടായത്. ഞാനപ്പോ എന്റെ വെബ് ക്യാമിന്റെ മൈക്ക് കൂടെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അയ്യോ, ഇവിടെയും ഇതേപോലെ ഇങ്ങനെ ബഗ്ഗായിന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ സൗണ്ട് ടെസ്റ്റ് അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ചെറിയ പ്രശ്നം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മൈക്കിന്റെ പ്രശ്നം കൊണ്ടാണ് 2-3 ദിവസം വീടില്ലാഞ്ഞ്. വിഷുവിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ അടുത്ത വിഷുവിന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ എന്താ ഈ ബാംബു ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ബ്ലോക്ക് ഓഫ് ബാംബു ആക്കാം. ഇത് മൊത്തം അയ്യോ, ഇത്ര വെച്ചിട്ട് 49 ആയുള്ളൂ. ബാംബു ബ്ലോക്ക് വെക്കുമ്പോൾ 2 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് ഇതുവരെ ഉണ്ടാക്കിയ പോലത്തെ ഷോപ്പും ഫാക്ടറി ഒന്നും പോലെ അല്ല. കാരണം ഇത് ഞാൻ ഇച്ചിരി കൂടി അടിപൊളിയാക്കാൻ പോവാണ്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ബിൽഡ് പോലെ തോന്നും, പക്ഷേ ഈ ബിൽഡ് അല്ല, ഇതേപോലെ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ ഇച്ചിരി കൂടി ഫംഗ്ഷനിങ് ഒക്കെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. എനിക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ബാംബു ബ്ലോക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാംബു ഫസ്റ്റ് തന്നെ എടുക്കാൻ പോയത്. റോക്കറ്റ് ഇടാറെ ഇവിടെ നിന്ന് സേഫ് ലാൻഡ് ആയിട്ട്. ഇവിടെ റോക്കറ്റ് വെട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇതിലോട്ട് വെച്ചിട്ട് ഒരു സ്റ്റാക്ക് ഇങ്ങോട്ട് വാ. പിന്നെ നീ ഇങ്ങോട്ട് വന്നിട്ട് നീ തിരിച്ചു പോവാ. പിന്നെ നീ എൻ്റെ കയ്യിലോട്ട് വാ. അപ്പൊ ഇത്ര ബാംബു ബ്ലോക്ക് മതിയാവില്ല മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ കുറെ എടുക്കാൻ പോവാ. ഇവിടെ ആയിരുന്നല്ലോ. അത് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്താ കുറച്ചധികം ബാംബു എടുത്ത് പിന്നെ സംഭവം പറയാൻ പറഞ്ഞത്, നേരത്തെ എൻ്റെ കുറച്ചധികം ബാംബു ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, ബാംബു പ്ലാങ്ക്. അത് പോയി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഗെയിം ക്രാഷ് ആയപ്പോൾ ഞാനൊന്ന് കളഞ്ഞിട്ടെടുത്തപ്പോൾ വീണ്ടും പ്രശ്നമായോ? ഇല്ല. അപ്പോൾ കളഞ്ഞിട്ടെടുത്തപ്പോൾ അതൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുക്കാൻ പോയതാണ്. ഇതാ ഒരു സ്റ്റാക്ക് ഉണ്ട്. ഇതിന് ഡബിൾ ആക്കുമ്പോൾ എനിക്ക് 128 കിട്ടും. അത് 2 സ്റ്റാക്ക്. ഇത് 2 സ്റ്റാക്ക് മതി. ഇനിയിപ്പോൾ എൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് തിരിച്ച് ഇതാക്കി വെക്കണം. ഞാൻ എന്തൊരു മണ്ടൻ അറിയാം, എൻ്റെ അവിടെ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ ഞാനത് രണ്ടാമത് റീബിൽഡിന് ശേഷം എൻ്റെ ഓട്ടോമാറ്റിക് സംഭവം ഒന്നും ഞാൻ ആക്കിയിട്ടില്ലായിരുന്നു. അത് ഞാൻ മറന്നുപോയി. ശരിയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ തിരിച്ചത് അങ്ങോട്ട് ആക്കിയിട്ടില്ല. കാരണം ഇതെൻ്റെ രണ്ടാമത് കോപ്പി വേൾഡാണ്. അത് ഞാൻ ഓൾറെഡി ബാക്കപ്പ് എടുത്ത് വെച്ച വേൾഡാണ്. ഇതിപ്പോൾ ഉണ്ട്. ഈ അടുത്ത് തന്നെ ഫ്രീ കിട്ടുമ്പോൾ അതൊന്ന് റെഡി ആക്കിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ആദ്യം വെച്ചിരുന്ന പോലെ തന്നെ അവിടെ കൊണ്ടേ വെക്കണം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. ഒരു empty ശൽക്കർ ബോക്സ് കിട്ടി. ഇതിലോട്ട് ഇതൊന്ന് വെക്കാം. ഇനി മരം ഇതിനകത്തുണ്ടോ? മരമില്ല. ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതിനകത്തും ഇല്ല. അപ്പം എനിക്ക് എൻ്റെ ഓട്ടോമാറ്റിക് വുഡ് ഫാം ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. എൻ്റെ ബോൺ മീലും ഇല്ല. ഒരു 2 ബോൺ ഉണ്ട്. ഇതിനെ ബോൺ മീലാക്കുമ്പോൾ 6 കിട്ടുള്ളൂ. കുഴപ്പമില്ല. എൻ്റെ ഇവിടെ പോപ്പി ബോൺ മീലാക്കുന്ന സംഭവം ഉണ്ട്. ബോൺ മീൽ ഫാം ഉണ്ട്. അതിനകത്ത് പോയി നോക്കാം. ബോൺ മീൽ ഫാമിലും ബോണില്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബോൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബോൺ മീൽ ഉണ്ടാവാൻ ചാൻസ്. അയ്യോ ചത്ത് ബോൺ മീൽ ഇതിനകത്തും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇല്ല. അപ്പോൾ എൻ്റെ അയൺ ഫാം തന്നെ തുണ ഇവിടെ വന്നിട്ട് ഇത് തുറന്നിട്ട് അടിയിലോട്ട് രണ്ടപ്പോൾ അയ്യോ ചത്ത്. ഇതിനകത്തും പോപ്പി ഇല്ല. ഇതൊക്കെ ഞാൻ കൊണ്ടുപോയോ? അത് ഇതിനകത്തുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ല. അത് കാലത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ചെസ്റ്റിൽ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ കയ്യിലും കൂടി വെച്ചിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇച്ചിരി കൂടി പെട്ടെന്നാവും. ഞാൻ എന്താ ബോൺ മീലാക്കി, പക്ഷെ ബോൺ മീൽ എടുക്കാൻ മറന്നായി. 36 കിട്ടി. എൻ്റെ ആദ്യം 6 ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ 42. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇതെടുത്തിട്ടൊന്ന് ഇവിടെ പിടിക്കാം. ഇതൊന്ന് ഓണാക്കി കൊടുക്കാം. ഇവിടെ വണ്ടിയിലോട്ട് കയറണം. ഇവിടെ നോക്കിക്കൊണ്ട് റൈറ്റ് ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കാം. സാധനം വറക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി ആവേണ്ടതാണ്. ആവുന്നുണ്ട്. ഇത് വളരാത്ത, ഇങ്ങനെ കുറച്ചേ വളരുന്നുള്ളൂ എങ്കിൽ എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മരം അധികം കിട്ടൂല. കാരണം എൻ്റെ ബോൺ മീലും കുറവല്ലേ. അധികം മരമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. 42 കിട്ടുള്ളൂ. ഇത് തികയൂല. എൻ്റെ ഇനി ഒന്നില്ലെങ്കിൽ എനിക്ക് ബോൺ മീൽ തപ്പാൻ പോവാം, അല്ലെങ്കിൽ എനിക്ക്
സ്പ്രൂസ് ബയോം ഇവിടെ അടുത്തുണ്ട്. അവിടെ പോയിട്ട് മരം വെട്ടാം മാനുവലായിട്ട്. എനിക്ക് വേണമെങ്കിൽ ആ ഒരു വെണ്ടർ പോർട്ടൽ വഴി അല്ല നെതർ പോർട്ടൽ വഴി ബോൺമിൽ പോയി തപ്പാവുന്നുള്ളൂ. അത് ചെയ്യാല്ലേ. ഞാൻ രണ്ടും കലിപ്പിച്ച് നെതറിലോട്ട് ഉണ്ട്. ഞാൻ ഇങ്ങനെ മേടിക്കുന്നത് എൻ്റെ ഈ നെതറൈറ്റ് ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ 6 രൂപ. ഇതിവിടെ കൂടി ഒഴിച്ചത് ഇവിടെ ഉണ്ട്. അന്നത്തെ പോലെ പണി കിട്ടാണ്ടിരിക്കാൻ ഞാൻ ഇത്തവണ എൻട്രപ്പോൾ എടുത്തിട്ടുണ്ട്. താഴോട്ട് നോക്കിയിട്ട് എൻട്രപ്പോൾ എടുത്താൽ ഞാൻ ചാവാണ്ട ചത്തില്ല. യെസ്. ഓ മൈ ഗോഡ്, എന്നെ ക്രോസ് ബോ ചെയ്യാൻ നോക്കുന്നു. ഞാനിനിയിപ്പോൾ ഇവിടെ ബോണൊക്കെ മിക്കതും എടുത്തതാ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണ്ടിനി. ഇത് ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് ഞാൻ ഈ ഒരു ബാക്കപ്പ് വേൾഡിൽ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നു ഈ ഒരു സ്ഥലത്ത്. കാരണം ഇവിടത്തൊക്കെ ഞാൻ ഓൾറെഡി എടുത്തത്. ഇവിടെ ഹാപ്പി കാസ്റ്റ് ഉണ്ട്. ഓ റിഫ്ലക്സ് ബ്രാ, റിഫ്ലക്സ് കം. ഈ ഹാപ്പി കാസ്റ്റ് വിടുന്നോട്ടെ. കാരണം എൻ്റെ ഇപ്പൊ തന്നെ അത്യാവശ്യം ഹാപ്പി കാസ്റ്റ് ഉണ്ടാവുന്ന. ഞാൻ പേര് അന്ന് എന്തോ ബിൽഡപ്പ് കൊടുത്തിട്ടിട്ട് പിന്നെ അവന്മാർക്ക് നെയിം ടാഗ് ഇട്ട് കൊടുത്തിട്ടില്ല. മറ്റേ സുന ആപ്ലിക്കേഷനോ ഹാർനസോ ആസ്കിബിഡി ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ കൊന്നടാ. ചിമിൻ്റെ ഇത് അവിടെ ഉണ്ടായിരുന്നു കുറച്ച്. അവിടെ അവന്മാരുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓ എൻ്റെ അമ്മ ക്യുക്കായിട്ട് ഞാൻ ചത്തുന്നു. ഞാൻ കുറച്ച് ബ്ലോക്ക് വെച്ച് കയറി ഇത് ഇവിടെ തിരിച്ചെത്തി. ഇതിനു മുന്നേ ചെയ്തോലെ അലേട്ടർ വെച്ച് നേരെ പറന്ന് കയറിയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പേടി, അത് ഇടിച്ച് സഫിക്കേറ്റ് ആയി പോകുന്നു. തിരിച്ചിവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇത് മൊത്തം ഒന്ന് ബോൺ മീലാക്കാം. കുറച്ച് ഇത് കിട്ടിയായിരുന്നു ബോണ്, അത് വായിക്കുന്നുണ്ട്. ഇത്ര കിട്ടി. ഇത് മതി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇത് ഫുള്ള് ഒന്ന് നിറയ്ക്കണം. ഫുള്ള് നിറയ്ക്കണ്ട, ഇല്ല എത്ര വെച്ച് നിറയ്ക്കുക. ഇവിടെ ഇത് പിടിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കയ്യിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് വെച്ചിട്ട് ഇത് മതി. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ ആയി കൊടുക്കുക. പിന്നെ ഇതിനകത്തുള്ള ഈ ഒരു സ്പ്രൂസ് വുഡ് എടുത്ത് ഞാൻ എന്താ ഈ ചെസ്സിലോട്ട് മാറ്റുവാണ്. എന്നിട്ട് ഇവിടെ ഇത് രണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങോട്ട് പിടിക്കുക. ബ്രെഡ് ഇപ്പോൾ തൽക്കാലം അവിടെ ഇരി. ഇതൊന്ന് തുറന്നു കൊടുക്കാം. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ട് ഇത് ഒന്ന് തുറന്നു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിവിടെ വന്നിട്ട് നിൽക്കൊണ്ടിരിക്കാം. ഇനി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കേണ്ടതാണ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കുറച്ചേരം ഇവിടെ കേൾക്കട്ടെ. അധികം നേരെ ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യത്തിനധികം ഇത് മതി. ഇത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലുണ്ട്. ഇതൊക്കെ മതി. തിരിച്ച് പറഞ്ഞു പോവാം. ഞാൻ പറഞ്ഞ ഇതിൻ്റെ മണ്ടലോട്ട് കയറിപ്പോയി. സോറി ഇടാ മോനെ. ഇപ്പം എൻ്റെ ഡീപ് സ്ലേറ്റ് ഉണ്ടോ നോക്കണം. അതും കൊബാൾഡ് ഡീപ് സ്ലേറ്റ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ സ്റ്റോൺ ബ്രിക്സ് അല്ല, കൊബാൾഡ് ഡീപ് സ്ലേറ്റ് ബ്രിക്സ്. ഇപ്പം എൻ്റെ നൈറ്റ് വിഷൻ പാക്ക് ഒന്ന് ഓണാക്കിയിട്ട് എൻ്റെ കൊബാൾഡ് ഡീപ് സ്ലേറ്റ് ഒന്ന് പോയി കുറച്ചധികം പൊട്ടിച്ചെടുക്കണം. കാരണം ഇതാണ് നമ്മുടെ റൂഫും പിന്നെ ഫ്ലോറായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും ഇത് തന്നെയായിരുന്നു. ഞാൻ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടായിരുന്നു. ഇത് വെച്ചിട്ട് അവിടെ അടിക്കലടാ. എന്താ പറഞ്ഞു. ഞാൻ ഇനി കുറച്ചധികം നേരം കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ടിരിക്കാൻ പോണ്. കൊബാൾഡ് ഡീപ് സ്ലേറ്റ്, കോബിൾ സ്റ്റോൺ അല്ല. ഞാൻ 5 സ്റ്റാക്ക് കൊബാൾഡ് ഡീപ് സ്ലേറ്റ് എടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ബേസിൽ. എൻ്റെ ഇതിനകത്ത് ഏതെങ്കിലും ഇതിനകത്ത് ഡീപ് സ്ലേറ്റ് ബ്രിക്കും സ്ലാബും എല്ലാം ഉണ്ടല്ലോ. അധികമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ മരം കുറച്ചധികം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. കാര്യത്തിനകത്താണ് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതെടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. ഇത് ഉണ്ടാക്കാൻ പോവാണ്. എന്തായാലും നിങ്ങൾ പോയിട്ട് റീപ്ലൈ കൂടെ കണ്ടിട്ടോ. ഞാനിത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇതൊക്കെ ഒന്ന് നേരെയാക്കട്ടെ.
ആദ്യത്തെ ബിൽഡിനേക്കാളും നന്നായിട്ട് തന്നെ ഞാൻ ഇതിന്റെ ഉൾഭാഗം നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഓരോ ബാംബു ബ്ലോക്ക് ഉണ്ട്. ഇതാ ഇവിടെ ബാംബു റാഫ്റ്റ് ഉണ്ട്. ചെസ്റ്റിന്റെ മറ്റേ റാഫ്റ്റ് ഇല്ല, അത് കുഴപ്പമില്ല. ഇവിടെ ഒരു ബാംബു ബ്ലോക്ക് പ്ലാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡോറ്, ബട്ടൺ, പ്രഷർ പ്ലേറ്റ്, സ്ലാബ്, സ്റ്റെയർ, എവിടെ ഒരു ബ്ലോക്ക്. ഇത് പിന്നെ ഫെൻസ് ഇടക്കളൊക്കെ വെച്ചാണ്. ഇവിടെ കണക്ട് ആവുന്ന നോക്കണ്ട, കുഴപ്പമില്ല. ഇത് പിന്നെ ബാംബു, ഇത് ബാംബു ബ്ലോക്ക്. ഇതാ ഇങ്ങനെ ഫെൻസ്, സൈൻ ബോർഡ്. ഇത് ഇവിടെ ഇരിക്കാൻ ബാംബുവിന്റെ ഇതാണുള്ളത് കസാര. നോക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ പോലെ തന്നെയാണ്, പക്ഷെ റൂഫൊക്കെ ലേശം വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ബാംബു പെട്ടെന്ന് നോക്കുമ്പോ ഇതുപോലെ തോന്നും. 2 ഡോറൊന്നുമില്ല, പക്ഷെ ഏകദേശം ഇതിന്റെ ഒരു ഐഡിയയിലാണ് ഇടയാക്കി വെക്കുന്നത്. പിന്നെ റൂഫ് സ്റ്റൈലിന്റെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ, ഇത് ലേശം വലുതാന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. നടുക്കത്തെ ബ്ലോക്ക് മാറ്റിന്നൊക്കെ ഉള്ളൂ, അങ്ങനത്തെ കുറച്ച് പ്രശ്നമുള്ളൂ. പിന്നെ ഇത് ഇച്ചിരി ഹൈറ്റ് കുറവാണ്, ഇത് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാംബു ഫാക്ടറി. നല്ല രസമുണ്ട്. ഇതൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് ചുറ്റി നോക്കാം, ഇതുവരെയുള്ള ആയിട്ടുള്ള ബിൽഡ് എല്ലാം കൂടി നോക്കിയിട്ട്. ഇതാ ഇപ്പൊ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ തന്നെ രസമുണ്ടല്ലേ കാണാൻ. ഇൻഡസ്ട്രിയൽ ഏരിയ നന്നായിട്ടാവട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.